everyone, welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഓക്കെ, ഫ്രാക്ഷൻ്റെ അഡീഷനും അതേപോലെ സബ്ട്രാക്ഷനും. അപ്പോൾ ആദ്യം നമുക്ക് അഡീഷൻ ഡിസ്കസ് ചെയ്യാം. അഡീഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിൻ്റെ അഡീഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ എന്താ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാകും. എന്നാലും നമുക്ക് ഒന്നുകൂടിയും പറയാം. p/q എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ. ഇതിൽ p എന്ന് പറയുന്നത് അതായത് മേലെയുള്ള നമ്പർ, അതിനെയാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, താഴെയുള്ള നമ്പർ അതായത് q, അതിനെ എന്ത് പറയും? ഡിനോമിനേറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഫോർ എക്സാമ്പിൾ 1/2 + 2 3/2 ഈക്വൽ ടു എന്ത് വരും? നമ്മൾ ആദ്യം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആ ഡിനോമിനേറ്ററിന് അതേപോലെ എഴുതുക. എന്നിട്ട് ഈ ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യുക. 1 + 3 എന്ത് വരും? 4. 4/2 എന്ന് കിട്ടി. ഈക്വൽ ടു എന്താണ്? 2 അല്ലേ? 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3/5 + 6/5. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെ അതേപോലെ എഴുതുക. എന്നിട്ട് ന്യൂമറേറ്റർ രണ്ടും ആഡ് ചെയ്യുക. 3 + 6 3 + 6 എത്രയാണ്? 9. ഇപ്പോൾ 9/5 എന്ന് കിട്ടിയല്ലോ. ഇത് എന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? ഫ്രാക്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിന് ഇംപ്രോപ്പർ, പ്രോപ്പർ, അതേപോലെ മിക്സഡ് ഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ 9/5 നമുക്കൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം. എങ്ങനെ മാറ്റാം? 1 4/5 അല്ലേ? 1 × 5 5 ആണ്. 5 + 4 9 9/5 എന്ന് എഴുതി. ഓക്കെ, 1 4/5 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 1/9 + 4/9 എന്ത് വരും? 9 നമ്മൾ അതേപോലെ എഴുതി. ഓക്കെ, ഡിനോമിനേറ്ററിന് അതേപോലെ എഴുതി. ഇനി എന്ത് ചെയ്യുക? 1 + 4 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 5/9. ഇനി 6/8 + 1/8 എന്ത് വരും? 6 + 1 7. ഡിനോമിനേറ്റർ നമ്മൾ അതേപോലെ എഴുതുക. കാരണം എന്താണ്? ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7/8. അടുത്തത് 5/7 + 1/7. അപ്പോൾ എന്ത് ചെയ്യുക? 6/7 അല്ലേ? 5 + 1 6 ആണ്. ഡിനോമിനേറ്റർ അതേപോലെ എഴുതി, കാരണം രണ്ടും സെയിം ആണ്. അടുത്തത് എന്ത് വരും? 3 + 1 4 4/5. അടുത്തത് 2/8 + 1/8. അപ്പോൾ എന്ത് ചെയ്യുക? 2 + 1 3 എന്ന് എഴുതി, /8. നെക്സ്റ്റ് 3/6 + 2/6. അപ്പോൾ 3 + 2 എഴുതുക, 5 /6. നെക്സ്റ്റ് 4/7 + 2/7 അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 4 + 2 6 /7. നെക്സ്റ്റ് എന്താ വരുന്നത്? 1/5 + 1/5. 1 + 1 എന്താണ്? 2 ആണ്. അപ്പോൾ 2/5. ദെൻ 2/9 + 3/9. 9ഉം 9ഉം രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 2 + 3 5 /9 5/9. നെക്സ്റ്റ് 2 + 1 3/4. ഓക്കെ, ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ 1/2 + 3/4 ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? ഇവിടെ നോക്കാം, ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടുത്തെ ഡിനോമിനേറ്റർ 4 ആണ്. രണ്ടും ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് നമ്മൾ എന്ത് ചെയ്യുക? 1 × 4 + 2 × 3 /2 × 4 ചെയ്യുക. ഓക്കെ, 1 × 4 + 3 × 2 /2 × 4. 1 × 3 എന്താണ്? 1 × 4. 1 × 4 എന്താണ്? 4 + 3 × 2 6 /8. അപ്പോൾ എന്ത് കിട്ടും? 10/8 എന്ന് കിട്ടും അല്ലേ? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 2/8 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. 1/3 + 3/5. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? 1 × 5 ചെയ്യുക ആദ്യം. 1 × 5 + 3 × 3 3 × 3 /3 × 5 ഈക്വൽ ടു 1 × 5 എത്രയാണ്? 5 + 3 × 3 എത്രയാണ്? 9
ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 എത്രയാണ് 15 ഈക്വൽ ടു 14/15 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം എന്താ പറയുന്നത് 1/4 + 2/12 അല്ലേ. 1/4 + 2/12 നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഈ 2/12 എന്ത് ചെയ്യാം, ഒന്ന് ചെറുതാക്കി എഴുതാം. എങ്ങനെ എഴുതാം, 1/4 + 1/6 എന്ന് എഴുതിക്കൂടെ. കാരണം എന്താണ്, 2വിനെ രണ്ടിലും കോമൺ ആയിട്ട് ഡിവിസിബിൾ ആണല്ലേ, 2വിലും 12വിലും. 2വിൽ എത്ര 2 ഉണ്ട് 1, 12വിൽ എത്ര 2 ഉണ്ട് 6. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, 1/6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 1 × 6, 1 × 6 എന്താണ് 6, 1 × 4 എന്താണ് 4, 6 + 4 ഡിവൈഡഡ് ബൈ 6 × 4 24 ഈക്വൽ ടു എന്ത് വരും 10/24. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക 10/24. ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 5/12 എന്ന് എഴുതാം അല്ലേ. രണ്ടിലും 2 കോമൺ ആയിട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, 10ൽ എത്ര 2 ഉണ്ട് 5, 24ൽ എത്ര 2 ഉണ്ട് 12. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 5/12 എന്ന് എഴുതാം. 2/6 + 1/2 ഈക്വൽ ടു എന്ത് വരും, 2 × 2 ചെയ്യാം ആദ്യം. 2 × 2 4 + 1 × 6 6 ഡിവൈഡഡ് ബൈ 6 × 2 12 എന്ത് വരും, 4 + 6 10/12. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കി എഴുതാം അല്ലേ, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും 5/6 എന്ന് വരും. 2 കോമൺ ആയിട്ട് രണ്ടിലും ഡിവിസിബിൾ ആണ്. 10ൽ എത്ര 2 ഉണ്ട് 5, 12ൽ എത്ര 2 ഉണ്ട് 6. അപ്പോൾ എന്താ ആൻസർ വരിക 5/6. നെക്സ്റ്റ് 1/3 + 2/9. അപ്പോൾ എങ്ങനെ ചെയ്യുക, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താണ്, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ് അല്ലേ. 1/3 + 2/9 അത് നമ്മൾ എന്ത് ചെയ്യും, 1 × 9 ചെയ്യുക. 1 × 9 9 + 2 × 3 6 ഡിവൈഡഡ് ബൈ 3 × 9 27 ഈക്വൽ ടു 9 + 6 എത്രയാണ് 15 ഡിവൈഡഡ് ബൈ 27. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും 15/27. നെക്സ്റ്റ് നോക്കിയേ 5/8 + 1/16. 5/8 + 1/16 ഇത് നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, 5 × 16 എന്ന് ചെയ്യണം. 5 × 16 എന്ത് വരും 16 × 5, 5 × 6 30ക്ക് 0, റിമൈൻഡർ 3, 1 × 5 5, 5 + 3 8. അപ്പോൾ എന്ത് വരും 80. 80 + 1 × 8 8 ഡിവൈഡഡ് ബൈ 8 × 16. 16 × 8 എത്രയാണ് 8 × 6 48, 8 ഇടുക, 4 റിമൈൻഡർ, 1 × 8 8, 8 + 4 12. അപ്പോൾ എന്താണ് 128 ഈക്വൽ ടു എന്ത് വരും 80 + 8 88 ഡിവൈഡഡ് ബൈ 128. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ 88 ഡിവൈഡഡ് ബൈ 128. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ നോക്കിയേ 2/9 + 1/27. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ 2 × 27 ചെയ്യാം. അപ്പോൾ 27 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 × 7 14, 14ക്ക് 4 എഴുതി, റിമൈൻഡർ 1 ഇവിടെ ഇട്ട് കൊടുത്തു. 2 × 2 4, 4 + 1 5 അല്ലേ. അപ്പോൾ 54 54 + 1 × 9 9 ഡിവൈഡഡ് ബൈ 27 × 9. 27 × 9 എത്രയാണ് വരിക 7 × 9 63. 63ക്ക് 3 ഇവിടെ ഇട്ട് കൊടുത്തു, 6 ഇവിടെ ഇട്ട് കൊടുത്തു. 2 × 9 18, 18 + 6 എത്രയാണ് 24. അപ്പോൾ 243 നേടി അല്ലേ. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തു 243 ഈക്വൽ ടു 54 + 9 എത്രയാണ് 63 അല്ലേ. 63 ഡിവൈഡഡ് ബൈ 243. ഓക്കെ, 6th ക്വസ്റ്റ്യൻ നോക്കിയേ 3/21. 1/3 + 3/21. അപ്പോൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 1 × 21 21 + 3 × 3 9 ഡിവൈഡഡ് ബൈ 3 × 21. 21 × 3 എന്താണ് വരിക 1 × 3 3, 2 × 3 6 63.
അപ്പോൾ എന്ത് വരും 21 + 9 30 ഡിവൈഡഡ് ബൈ 63. 30/63. നെക്സ്റ്റ് ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കി എഴുതാം കേട്ടോ. 30/63നെ ഇതിൽ 3 ഡിവിസിബിളാണ്, അതേപോലെ ഇതിലും 3 ഡിവിസിബിളാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 30ൽ എത്ര 3 ഉണ്ട്? 10 ഡിവൈഡഡ് ബൈ 63ൽ എത്ര 3 ഉണ്ട്? 6ൽ എത്ര 3 ആ 2, 3ൽ എത്രയാണ് 1, അപ്പോൾ 21 അല്ലേ. അപ്പോൾ 10/21 എന്നും എഴുതാം. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ, നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഇനി സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ് വരിക. അപ്പോൾ സബ്ട്രാക്ഷനിൽ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ 3/2 - 1/2 എന്നാണ് വിചാരിച്ചോ. അതായത് രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണ് അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആഡീഷൻ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഡിനോമിനേറ്റർ അങ്ങനെ എഴുതിയിട്ട് മേലെയുള്ളത് ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതി അല്ലേ. ഇവിടെ സബ്ട്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. 3 - 1 എത്രയാണ്? 2. അപ്പോൾ എന്ത് വരും? 2/2 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ ഡിഫറെൻ്റ് ഡിനോമിനേറ്റർ വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അഡീഷൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ നമ്മൾ പ്ലസ് ഇടുന്നതിന് പകരം ഇവിടെ മൈനസ് ആണെന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 2/6 - 1/2 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ തന്നെയാണ് ഇവിടെയും ചെയ്യുക. 2 × 2 ചെയ്യുക. 2 × 2 എത്രയാണ്? 4. 4 മൈനസ് ആണ് ഇവിടെ ഇടുക. നേരത്തെ നമ്മൾ അഡീഷൻ ആകുമ്പോൾ പ്ലസ് ഇട്ടു, ഇവിടെ എന്ത് ചെയ്യും? മൈനസ് ഇടും. 1 × 6 6 ഡിവൈഡഡ് ബൈ 6 × 2. 6 × 2 എത്രയാണ്? 12 അല്ലേ. അപ്പോൾ 4 - 6 4 - 6 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, ഇൻഡിജേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ ഒരു ചെറിയ നമ്പറിൽ നിന്ന് ഒരു വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വലുതിന് ചെറുത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ വരിക? -2 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. -2 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ ഇതിനെ -1/6 എന്ന് എഴുതിക്കൂടെ? രണ്ടിലും 2 കോമൺ ആയിട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 2ൽ എത്ര 2 ഉണ്ട്? 1. പിന്നെ 12ൽ എത്ര 2 ഉണ്ട്? 6. ഓക്കെ. അപ്പോൾ -1/6 എന്ന് കിട്ടും. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സൈൻ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ.